അധ്യാത്മ രാമായണം മാത്രമല്ല, 300-400 ഭഗവേദങ്ങളുണ്ട് രാമായണത്തിൽ. 300ഓളം. ഇപ്പം തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ രാമചരിതമാനസ്, തുളസീദാസിന്റെ രാമചരിതമാനസം, കമ്പരാമായണം, എല്ലാത്തിലും ഓരോ വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. എല്ലാത്തിലും ഒരുപോലെയല്ല. ആദികാവ്യത്തില് രാമൻ മനുഷ്യനായിരുന്നെങ്കിൽ ഇനി ആധ്യാത്മിക രാമായണത്തിലെത്തുമ്പോൾ രാമനെ ഈശ്വരനായി കാണാൻ തുടങ്ങി. അതിലെ കുറെ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി ചേർത്ത് ഇനി പേറ്റന്റ് ഇല്ല. അതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം, അല്ലേ? പേറ്റന്റ് ഉണ്ടാ? വാൽമീകി പേറ്റന്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ വാൽമീകി ഇപ്പൊ രക്ഷോട്ട് പോയനെ. ഇപ്പോഴത്തെ പാട്ടിന് പോലും പേറ്റന്റ് ഉള്ള കാലത്ത്, അല്ലെ? യൂട്യൂബിലും കൈകാര്യം ചെയ്യുന്ന പുഷ്പയിലേച്ചിക്കല്ല അറിയാം. ഒരു പാട്ട് യൂട്യൂബില് ചെയ്യണമെങ്കിൽ. അപ്പൊ വാൽമീകി മഹർഷിയുടെ രാമായണത്തിന് പേറ്റന്റ് കൊടുത്തിട്ടില്ല ഇതുവരെ. വാൽമീകിക്ക് ആർക്കും എന്തും അതിനെ ഭഗവേദങ്ങൾ ഇങ്ങനെ കൂടിച്ചേർക്കലും കൂട്ടി അത്രയും വ്യാഖ്യാനങ്ങൾ കൊടുക്കാം അതിൽ പറയുന്ന കാര്യങ്ങൾക്ക്. ൂട